ഗുഡ് ലിസണർ. പലപ്പോഴും ലൈഫില് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, ഒരാളെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ അല്ലെ? നമുക്ക് ആകെ കേട്ടിരിക്കുന്ന ആൾക്ക് നഷ്ടമാവുന്നത് ലൈഫ് ടൈമില് നമ്മൾ ചെലവാക്കി കഴിയുന്ന സമയങ്ങളില് കുറഞ്ഞ സമയം മാത്രമാണ്, മിനിറ്റുകളോ അല്ലെങ്കിൽ സെക്കൻഡുകളോ മാത്രമാണ്. പക്ഷേ നമ്മളോട് ആ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, അത് അവരുടെ ലൈഫ് ടൈമിലേക്കുള്ള ഒരു ഹോപ്പാണ്, അല്ലെങ്കിൽ ലൈഫ് ടൈമിലേക്ക് അവരെ ചാർജ് ചെയ്യാണ് നമ്മള്. പലപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ സെഷൻസിനൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് അവർക്ക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതൊന്നും അല്ല ഗോൾ എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ പാടെ മാറ്റിക്കളയാന്നൊന്നും അല്ല. അവരെ കേട്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാനായിട്ട് ഒരാളെയാണ് ആവശ്യം. പലപ്പോഴും നമ്മളെയൊക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോ നമ്മളോട് എന്തായിരിക്കും അങ്ങനെ കാരണങ്ങൾ പറയാത്തതെന്നറിയോ? ഈവൻ ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും മാതാപിതാക്കളൊക്കെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അവരെ കുട്ടികള് അവര് പറയുന്നത് കേൾക്കാറില്ല, അല്ലെങ്കിൽ കുട്ടികൾ അവരോടൊന്നും ഷെയർ ചെയ്യാറില്ല. കാരണം നമ്മൾ ഒരാളെ കേട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ വീട്ടിലുള്ള മാതാപിതാക്കളൊക്കെ ചെയ്യേണ്ട, അവരെ ജഡ്ജ് ചെയ്യും അല്ലെ? അവര് പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ അങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ നീ എന്തിനാ അങ്ങനെ പോയി. അതായത് ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാണ്ട് അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങള് ആ ഒരു പ്രൈവസിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്താല് അവര് നമ്മളോട് എല്ലാം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോ ഒരു ലൈഫ് ടൈമിലേക്ക് മറ്റൊരു ഇൻഡിവിജ്വലിനെ റീചാർജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതല്ലേ വലിയ കാര്യം. അപ്പോ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാണ്ട് അവരുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ലിസണർ ആവാം അല്ലെ? ബി ദ ഗുഡ് ലിസണർ.